നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിജയകുതിപ്പുമായി വന്ദേ ഭാരത് രാജ്യത്ത് അതിൻ്റെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലടക്കം മലയാളികൾ വന്ദേ ഭാരതിനെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. നമ്മുടെ യാത്രയുടെ വേഗവും അതിവേഗം വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വന്ദേ ഭാരതിൻ്റെ സ്പീഡ് ഇച്ചിരി കൂടെ കൂട്ടുവാനായിട്ട് വളവുകൾ നിവർത്തുന്ന പണികളെല്ലാം തന്നെ ഇപ്പോൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതുകൂടി പൂർത്തിയാകുന്നതോടുകൂടി വന്ദേ ഭാരതിൻ്റെ സ്പീഡ് അല്പം കൂടെ കൂടും. അത് യാത്രക്കാർക്ക് അല്പം കൂടെ സമയം ലാഭിക്കുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വാർത്തകളും ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമീപകാലത്ത് ഇന്ത്യയിലെ വിവിധ റൂട്ടുകളിൽ നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് ഈ ട്രെയിനുകൾ ജനപ്രിയമായി മാറിയത്. എന്നാൽ അതുവഴിയുള്ള അപകടങ്ങളും ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി വന്ദേ ഭാരത് ട്രെയിൻ ഇടിച്ച് വയോധികന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. പട്ടാമ്പിയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. മുതുമല സ്വദേശി ദാമോദരൻ മാസ്റ്ററാണ് ഇത്തരത്തിൽ വന്ദേ ഭാരത് ഇടിച്ച് മരിച്ചത്. 68 വയസ്സായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇദ്ദേഹം റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ട്രെയിൻ ഇടിച്ചത്. തുടർന്ന് അപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. പലയിടത്തും റെയിൽവേ ക്രോസിംഗ് ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് റെയിൽവേ ക്രോസിംഗ് അടച്ചിടാറുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും അത്തരത്തിൽ റെയിൽവേ ക്രോസിംഗുകൾ ഇല്ലാത്ത സ്ഥലത്തും ഇത്തരത്തിൽ ആളുകൾ സാധാരണയായി പാളം മുറിച്ചു കടക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനും അപകടം സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, വന്ദേ ഭാരതും സാധാരണ ട്രെയിനുകളെ അമിത വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ വന്ദേ ഭാരതും അതിനേക്കാൾ സ്പീഡിലായിരുന്നു വന്നിരുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം ട്രെയിൻ പാളം മുറിച്ചു കിടക്കുന്നുണ്ടായിരുന്നത്. ഉടനെയായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ഈ വർഷം തന്നെ ജാനുവരിയിലും ഇതുപോലെ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറത്തും ഇത്തരത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ തട്ടി യുവാവിന്റെ കാൽപാദം അറ്റുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം മുത്തൂരിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. അയ്യൻകുട്ടി മകൻ ഷാജി എന്ന് പറയുന്ന 40 വയസ്സുള്ള ഒരു യുവാവിനാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. റെയിൽവേ സ്റ്റേഷൻ വിട്ട വന്ദേ ഭാരത് ട്രെയിൻ വരുന്നത് കാണാതെ യുവാവ് ഫോൺ ഉപയോഗിച്ച് പാളത്തിലൂടെ നടക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നും RPF പറഞ്ഞു. ട്രെയിൻ തട്ടി പാളത്തിൽ കിടന്ന യുവാവിനെ നാട്ടുകാരും സ്റ്റേഷനിൽ നിന്നെത്തി RPF ഉദ്യോഗസ്ഥരും ചേർന്ന് റോഡിലെത്തിച്ചു. തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറത്തും ഇത്തരത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് തട്ടി മധ്യവയസ്കൻ മരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരൂർ വെങ്ങാലൂരിലാണ് അപകടം സംഭവിച്ചത്. കുറ്റൂർ സ്വദേശി തറയിൽ അയ്യപ്പനായിരുന്നു അന്ന് മരിച്ചത്. എന്നാലും ഇത്തരത്തിൽ പല അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് വന്ദേ ഭാരതിന് നേരെ കല്ലേറായിരുന്നു ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്നിരുന്നാലും ഇത്തരത്തിൽ റെയിൽവേ ക്രോസിംഗുകളിലൂടെ അല്ലാതെ റെയിൽവേ പാളങ്ങൾ മുറിച്ചു കടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള യാത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വളരെ അപകടം പിടിച്ചതാണ്. നമ്മൾ ദൂരെ നിന്ന് ഇപ്പോൾ ട്രെയിനിന്റെ ചൂളം വിളി കേട്ട് നമ്മളത് ഉടൻ തന്നെ നമുക്ക് കടക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ പക്ഷേ സാധിച്ചെന്ന് വരില്ല. വളരെ വേഗത്തിലായിരിക്കും ട്രെയിൻ സാധാരണ എത്താറുള്ളത് എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും വളരെ അശ്രദ്ധയായിട്ട് ഇത്തരത്തിൽ ട്രെയിൻ മുറിച്ചു കടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റെയിൽവേ ക്രോസിംഗുകളിലൂടെ അല്ലാതെ ഇത്തരത്തിൽ ആളുകൾ ട്രെയിൻ പാളം മുറിച്ചു കടക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഏതായാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്രമല്ല വിദേശികളടക്കം വന്ദേ ഭാരത് ട്രെയിനുകളുടെ ആരാധകരായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നത് കൂടാതെ നിലവിലുള്ള 4 വന്ദേ ഭാരത് ട്രെയിനുകളുടെ റൂട്ടുകളും റെയിൽവേ വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. കാരണം അത്രയേറെ ജനങ്ങൾ വന്ദേ ഭാരതിനെ ഏറ്റെടുത്തു എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നത്.